കഴിഞ്ഞ ദിവസം ഒരു റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ്, ഒരു 87 വയസ്സുള്ള റിട്ടയേർഡ് ടീച്ചർ എൻ്റെ അടുത്ത് വന്നു. ഇടത് കഴുത്തിൽ ഒരു വലിയ മുഴയുമായിട്ടാണ് അവർ വന്നത്. ഇപ്പോൾ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 6 മാസം മുമ്പ് വരെ അവർക്ക് ഇരുന്നുറങ്ങാൻ പറ്റുമായിരുന്നു. അതായത് 6 മാസം മുമ്പ് വരെ കിടന്നുറങ്ങാൻ പറ്റില്ല, ഇപ്പോൾ ഇരുന്നിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഈ മുഴ കാരണം. ഈ മുഴ നമ്മുടെ ശ്വാസക്കുഴലൊക്കെ ഉണ്ടല്ലോ, ശ്വാസക്കുഴൽ, ഭക്ഷണം കഴിക്കുന്ന അന്നനാളം, ഇതിനെല്ലാം വലതുവശത്തേക്ക് ഇങ്ങോട്ട് തള്ളി ഈ സ്കിന്നിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ CT സ്കാനിൻ്റെ പടമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തൈറോയ്ഡിലെ മുഴയാണ്. തൈറോയ്ഡിലെ മുഴ ഈ ടീച്ചർക്ക് ഒരു 50 വയസ്സ് മുതൽ തന്നെ ഉണ്ട്. അന്ന് തന്നെ അത്യാവശ്യം വലുതാണത്രേ, ഒരു 5-6 സെൻറ്റിമീറ്ററൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അന്നും പല ഡോക്ടർമാരെ ഇവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുത്തിയെടുത്ത് പരിശോധിച്ചു, ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ക്യാൻസർ ഇല്ലാത്ത മുഴയാണെന്ന് വിചാരിച്ചിട്ട് സർജറി ഒന്നും ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ ടീച്ചറെ ഇത് ചോദിച്ചു, ടീച്ചറെ ഇത് വലുതായിക്കൊണ്ടിരിക്കുമ്പോഴെങ്കിലും ഇടയിൽ എപ്പോഴെങ്കിലും സർജറി ചെയ്യാമായിരുന്നില്ലേ? അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇല്ല, അതിന് ഡോക്ടറെ ഞാൻ ഈ 87 വയസ്സ് വരെയൊന്നും ജീവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാണ് ടീച്ചർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ, മുമ്പ് ഇരുന്നെങ്കിലും ഉറങ്ങാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ ഇരുന്നാലും ഉറങ്ങാനൊന്നും പറ്റില്ല. ഇരുന്നിട്ടും ഒരു പ്രത്യേക പൊസിഷനിലൊക്കെ തലവെച്ചാലേ അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റുള്ളൂ. അത് 87 വയസ്സായത് കാരണം ഇപ്പോൾ നമുക്കത് സർജറി ചെയ്തിട്ട് റിമൂവ് ചെയ്യാനൊന്നും പറ്റാത്ത അത്രയും വലുപ്പത്തിൽ അത് വലുതായി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇനിയുള്ള അവരുടെ ജീവിതം കുറച്ച് ദിവസങ്ങളാണെങ്കിലും അത് കുറച്ച് ദുരിതപൂർണ്ണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, തൈറോയ്ഡ് ഗ്രന്ഥിയിലുണ്ടാവുന്ന മുഴകൾ അത് ക്യാൻസർ അല്ല എങ്കിലും നമ്മൾ എപ്പോഴാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, സർജറി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പലർക്കും സംശയമുണ്ട്. ഈ ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം, അതായത് കുത്തിയെടുത്ത് പരിശോധിച്ചാലാണ് നമുക്ക് ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റുക. ക്യാൻസർ അല്ല എന്ന് 100% ഉറപ്പുവരുത്തിയതിന് ശേഷം ചെറിയ മുഴകളാണെങ്കിൽ, അതായത് ഒരു 3 സെൻറ്റിമീറ്ററോ 4 സെൻറ്റിമീറ്ററിലൊക്കെ താഴെയുള്ള മുഴകളാണ് എങ്കിൽ നമുക്കതിനെ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴോ അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ തുടക്കത്തിൽ 6 മാസം കൂടുമ്പോൾ ചെയ്യാം. ആദ്യത്തെ ഒരു 2-3 തവണ 6 മാസം ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ റേറ്റ് ഓഫ് ഗ്രോത്ത് മനസ്സിലാക്കാൻ പറ്റും. വളർച്ച കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മുഴയാണെങ്കിൽ പിന്നെ അതിൽ അൾട്രാസൗണ്ടിൽ തന്നെ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്, ടിരാഡ്സ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ആ ക്യാരക്ടറും വ്യത്യാസം വരുന്നുണ്ട് എങ്കിൽ നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിൽ, ക്യാൻസർ അല്ലാത്ത കാരണം കൺവീനിയൻറ്റ് ടൈമിൽ അത് സർജറി ചെയ്ത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കഴുത്തിലുള്ള നോർമലായിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ ഇത് കംപ്രസ് ചെയ്യുകയും, പ്രധാനമായിട്ടും ഈ ശ്വാസക്കുഴലിനെയൊക്കെയാണ് കംപ്രസ് ചെയ്യുക. പിന്നെ രക്തക്കുഴലുകളെ കംപ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഫോറിൻ ബോഡി സെൻസേഷൻ പോലെ ഉണ്ടാക്കാം. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം. അതുമാത്രമല്ല, ഈ നെഞ്ചിൻ കൂടിനുള്ളിലേക്ക്, ഈ എല്ലിൻ്റെ താഴേക്ക് ഇത് വളർന്നു പോകും. പിന്നെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം പിന്നെ മാത്രമല്ല, ഈ ഒരുപാട് കാലം ഇരിക്കുന്ന ഏത് മുഴകൾക്കും മാലിഗ്നൻ്റ് ട്രാൻസ്ഫോർമേഷൻ, അതായത് ക്യാൻസറസ് ചേഞ്ച് വരാം എന്ന് നിങ്ങൾ പണ്ടേ കേട്ടിട്ടുണ്ടാവും. അതുപോലുള്ളതും വരാം. അപ്പോൾ ക്യാൻസർ അല്ലാത്ത എല്ലാ മുഴകളും ഓപ്പറേറ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ അതിൻ്റെ വളർച്ചയുണ്ടെങ്കിൽ, അതിൻ്റെ ക്യാരക്ടർ മാറുന്നുണ്ടെങ്കിൽ, രോഗിയുടെ പ്രായവും മറ്റ് കോമോർബിഡിറ്റീസും പരിഗണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കൺവീനിയൻറ്റ് ടൈം നിശ്ചയിക്കാം. എന്നിട്ട് സർജറി ചെയ്യുന്നതായിരിക്കും ഉചിതം.